എന്താ കുറച്ച് പൈസയുടെ ബാധ്യത തീർത്തു തരാനുണ്ട് ദേവരാൻ. അത് അയാളുടെ അമ്മ എങ്ങനെയെങ്കിലും തീർത്തു തന്നേ പറ്റൂ. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് നക്കാപ്പിച്ചൊക്കെ കൊടുത്തിട്ടാ വരുന്നേ. നമ്മൾ പറഞ്ഞ കാര്യം തീർത്തു തരികയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഹോസ്പിറ്റൽ ചെലവ് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞ? ആ ജീവനാന്ത അവന്റെ കുടുംബത്തെ നോക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അത് ഞാൻ വെറുതെ വെച്ച് കാച്ചതില്ലമ്മേ. നമ്മളെങ്ങാനും അങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ടോ? നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. അല്ല, നീ എന്താ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? അമ്മ ഇനി വന്നേ. നേരത്തെ വിട്ട സ്വാമി, ഇപ്പൊ ദേവരാജന്റെ അമ്മ, അവരൊക്കെ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ കൊടുത്തു പറയുന്നതേ ശുദ്ധ നുണയാ അമ്മേ. അവരാരും ഒന്നും ചെയ്തിട്ടില്ല. പൈസ വാങ്ങിച്ചിട്ട് നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുക ചെയ്തേ. നീ ഇത്തരം ഇടപാടുകൾക്കൊക്കെ പോകുമ്പോഴേ ഞാൻ പറയാറുണ്ടല്ലോ, നിന്നെ അവന്മാരെല്ലാരും കൂടെ പറ്റിക്കുമെന്ന്. എപ്പോഴും ഒന്നും നടക്കത്തില്ലല്ലോ അമ്മേ. ഇനി ഞാൻ ആ ഒട്ടുപാല ദിനേശന്റെ സഹായം തേടാൻ പോന്നേ. അവനും വലിയൊരു തുക ഞാൻ കൊടുത്തിരിക്കുക. എടാ, ഒട്ടുപാല് തന്നെയല്ലേ നിന്നെ 2 പ്രാവശ്യം പറ്റിച്ചത്. ഇനി അത് നടക്കത്തില്ലെന്നാ ഞാൻ പറഞ്ഞേ. കുഞ്ഞിനെ അവൻ കൊണ്ടുപോയി കളയാൻ പോവമ്മേ. ഉത്രാട രാത്രിയില് കണ്ണന്റെ കൂട്ടുകാരന്റെ വീട്ടിനകത്ത് ഉയരാൻ പോകുന്നത് നിലവിളിയാ. കുഞ്ഞിനെ കാണാതെ കണ്ണനും ലക്ഷ്മിയും അനന്തവും ലേഖയല്ല മാറത്തടിച്ച് നിലവിളിക്കുന്നത് നമുക്ക് നമ്മുടെ മോക്ക് നേരിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊക്കെ കഴിഞ്ഞ ഓണത്തിന് മാറിയിരുന്ന് കരഞ്ഞപ്പോ നമ്മളെ നോക്കി ചിരിക്കാൻ ഇവിടെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ. അവളും കൊച്ചുമോളെ കാണാതെ നമ്മുടെ മുമ്പിലിരുന്ന് കരയുമേ. മോനെ, മക്കളെ, അവസാനം ഇതൊക്കെ തിരിച്ചാകരുത്. കഴിഞ്ഞ ഓണത്തിന് ലക്ഷ്മിക്ക് കുഞ്ഞില്ലായിരുന്നു, അതുപോലെ തന്നെ കണ്ണൻ നടക്കത്തും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. നടന്നു വന്ന് കുഞ്ഞിനെ കോരിയെടുത്ത് ലാളിക്കുന്ന കണ്ണനാണ് ഇപ്പൊ ലക്ഷ്മിക്ക് കൂട്ടിനുള്ളത്. എന്നു മാത്രല്ല, കണ്ണനും ലക്ഷ്മിയും കുഞ്ഞിനെ കയ്യിൽ വെച്ചോണ്ട് ഊഞ്ഞാലാടുമ്പോ അതൊക്കെ നമ്മുടെ മൊബൈലിലേക്കും വരുവടാ. വന്നില്ലെങ്കിൽ വരുത്താനായിട്ട് ആളുണ്ട്. അതൊക്കെ നമ്മുടെ കൊച്ചിന് കാണാൻ പറ്റുമോടാ? അറിയാമേ, അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കൊടും ചതി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ മരണക്കളിയിൽ ആ കുഞ്ഞു പോകും, അതെനിക്ക് നല്ല ഉറപ്പാണ്.